നമസ്കാരം. കൂടെ നിന്ന് കാല് വാരുക. നടനും മിമിക്രി കലാകാരനുമായ ബിനു അടിമാലി തന്റെ സഹപ്രവർത്തകനെ തല്ലിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അധികം ആളുകളും കരുതിയത് അത്തരത്തിലായിരുന്നു. എന്നാൽ നടന്ന സംഭവം എന്താണെന്നറിഞ്ഞാൽ കേട്ട നിങ്ങൾക്ക് പോലും അറച്ചുപോകും. അത്ര വലിയ നെറുകേടാണ് യഥാർത്ഥത്തിൽ ബിനു അടിമാലിയോട് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ജിനേഷ് എന്ന വ്യക്തി ചെയ്തിരിക്കുന്നത്. ബിനു അടിമാലി തന്നെ ജോലി സ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നും തന്റെ ക്യാമറ തല്ലി തകർത്തു എന്നുമെല്ലാം ബിനു അടിമാലിയെ കുറിച്ച് ജിനേഷ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയൊന്നുമല്ല എന്നതാണ് വിവരം. വെറും ഒരു ക്യാമറാമാൻ മാത്രമായിരുന്നല്ല ഈ ആരോപണം ഉന്നയിച്ച ജിനേഷ് എന്ന വ്യക്തി. ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ മാനേജർ കൂടെയായിരുന്നു ആ വ്യക്തി. അതിനാൽ ബിനു അടിമാലിക്ക് വരുന്ന മെസ്സേജുകൾക്കുൾപ്പെടെ മറുപടി നൽകിയിരുന്നത് ഈ പറയുന്ന ജിനേഷ് ആണ്. അങ്ങനെ പോകെ പോകെ ബിനു അടിമാലിക്ക് ഫാൻസ് കൂടി വരുന്നു. ഒപ്പം അദ്ദേഹത്തെ തേടിയെത്തുന്ന സോഷ്യൽ മീഡിയ മെസ്സേജുകളും. ഈ മെസ്സേജുകൾ കണ്ട് കണ്ണ് തള്ളിയ ജിനേഷിന്റെ കണ്ണ് പിന്നീട് മഞ്ഞളിക്കാൻ തുടങ്ങി. ബിനു അടിമാലിക്കായി എത്തുന്ന മെസ്സേജുകൾക്ക് പിന്നീട് ഇയാൾ മറുപടി നൽകാൻ തുടങ്ങി. ആദ്യം വെറും മറുപടി മാത്രമായിരുന്നു, പിന്നീട് അത് വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ബിനു അടിമാലിയെ തേടിയെത്തുന്ന സന്ദേശങ്ങൾ അയാൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിയൊരുക്കിയത്. അതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ ഉടക്കി എന്നത് വാസ്തവമാണെന്നാണ് വിവരം. എന്നാൽ അതിന്റെ പേരിൽ ബിനു അടിമാലി ഇയാളെ തല്ലിച്ചതച്ചു എന്നും ക്യാമറ നഷ്ടപ്പെടുത്തി എന്നുമെല്ലാം പറയുന്നത് പൊള്ളത്തരങ്ങളാണ്. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ബിനു അടിമാലിയെ കരിവാരി തേക്കാൻ ജിനേഷ് ശ്രമിക്കുന്നു എന്നും അദ്ദേഹം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നും തന്റെ ക്യാമറ ബിനു അടിമാലി തല്ലി തകർത്തുവെന്നുമാണ് സോഷ്യൽ മീഡിയ മാനേജറായിട്ടുള്ള ഫോട്ടോഗ്രാഫറായ ജിനേഷ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ബിനുവിന് എതിരായി സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾക്കും നെഗറ്റീവ് കമന്റുകൾ കാരണം താനാണ് എന്നും ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു ആക്രമണം നടത്തിയതെന്നും ജിനേഷ് ആരോപിക്കുന്നു. ബിനുവിനെതിരെ ജിനേഷ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച നടൻ കൊല്ലം സുധിയുടെ വീട്ടിൽ പോയതും മിമിക്രി താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതുമെല്ലാം ചീത്തപ്പേര് മാറ്റി സഹതാപം നേടിയെടുക്കാൻ വേണ്ടി ആയിരുന്നുവെന്നും ജിനേഷ് ആരോപിക്കുകയുണ്ടായി. എന്നാൽ എല്ലാത്തിനും തെളിവുണ്ടെന്ന് പറയുന്ന ജിനേഷ് നൽകുന്ന തെളിവ് ഒരു ചുമരിൽ ഉണ്ടായിരിക്കുന്ന ചെറിയൊരു പോറൽ, ഒരു പെയിന്റ് ഇളകിയ പോലുള്ള ഒരു ചിത്രം മാത്രമാണ്. എന്നാൽ ഇയാൾ പറയുന്നത് സത്യമാണെങ്കിൽ ബിനു അടിമാലി തല്ലിപ്പൊട്ടിച്ച ആ ക്യാമറയുടെ രേഖകളോ ആ ക്യാമറയുടെ ഡീറ്റെയിൽസോ ആ ക്യാമറയുടെ ചിത്രങ്ങളോ ഒന്നും തന്നെ ഇയാൾ പങ്കുവെക്കുന്നില്ല. ഒരു ക്യാമറാമാൻ ആയിരുന്നിട്ട് പോലും അയാൾ സ്വന്തം ജോലിയുടെ ഭാഗമായ ക്യാമറ തല്ലിപ്പൊട്ടിച്ചുവെങ്കിൽ അതിന്റെ ഫോട്ടോ എടുക്കാൻ എന്തുകൊണ്ടാണ് ഈ കുറ്റം പറയുന്ന ഇയാൾക്ക് സാധിക്കാത്തത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. ആ ഒരു ചോദ്യം ഉയരുമ്പോൾ തന്നെ വ്യക്തമാണ് നിരപരാധി ബിനു അടിമാലി തന്നെയെന്ന്. അത് മാത്രവുമല്ല, താൻ ആരെയും ഉപദ്രവിച്ചില്ല എന്ന ബിനു അടിമാലി തന്നെ പൊതുജനത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയുണ്ടായി. തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ബിനു അടിമാലി ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള നടപടികൾ നോക്കുക മാത്രമായിരുന്നു. ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പോകേണ്ട യാതൊരു ആവശ്യവും അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി ജനങ്ങളോടാണ് കാര്യങ്ങൾ ആദ്യം പറഞ്ഞത്. താൻ അങ്ങനെ ഒരാളുടെയും ജോലിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് അദ്ദേഹം കരഞ്ഞു പറയേണ്ടി വന്നു. അപ്പോൾ തന്നെ കാര്യങ്ങളുടെ കടപ്പ് വശം എന്താണെന്നത് വ്യക്തം. ഇവിടെ നിരപരാധി കുറ്റാരോപിതൻ തന്നെയാണെന്ന് പറയേണ്ടി വരും.